ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരുർ സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. 2026 ഫെബ്രുവരി 8 മുതൽ 14 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട്, മകരം 25 മുതൽ കുംഭം 2 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദര സ്ഥാനത്ത് വ്യാഴവും കർമ്മസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്ത് ലാഭസ്ഥാനത്തുമായ സൂര്യനും ലാഭസ്ഥാനത്ത് ബുധനും ശുക്രനും വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മഗുണമുണ്ടാകും, അനുഭവ ഗുണം വർദ്ധിക്കും, മൃഷ്ടാന്ന ലാഭം, രോഗം, ഭയം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ധനക്ലേശത്തിന് സാധ്യത കാണുന്നു. കുടുംബസുഖവും സന്തോഷാനുഭവങ്ങളും ഉണ്ടാകാം. കാര്യതടസ്സവും രോഗവർദ്ധനവും ഉണ്ടാകാനിടയുണ്ട്. സുഖഭോജനവും ബന്ധുസമാഗമവും പ്രതീക്ഷിക്കാം. ശത്രുവർദ്ധനവും മനോദുഃഖങ്ങളും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് കുജനും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായി സൂര്യനും കർമ്മസ്ഥാനത്ത് ബുധനും ശുക്രനും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ദാമ്പത്യ സൗഖ്യവും ധനപരമായ ഉയർച്ചയും ഉണ്ടായേക്കാം. തൊഴിൽ രംഗത്ത് സ്ത്രീകൾ നിമിത്ത ഉപദ്രവങ്ങൾക്ക് സാധ്യത. വാക്കു പാലിക്കാൻ സാധിക്കും. ശത്രുനാശം ഉണ്ടാകും. ശരീരത്തിന് ബലക്കുറവും ധാതുക്ഷയവും അനുഭവപ്പെടാനിടയുണ്ട്. രോഗശമനം, ശയനസുഖം, മൃഷ്ടാന്ന ലാഭം, അഗ്നിഭയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. പ്രിയപ്പെട്ടവരെ പിരിഞ്ഞിരിക്കേണ്ടതായി വന്നേക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ഭദ്രകാളി പ്രീതി, ഗണപതി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും അഷ്ടമത്തിൽ കുജനും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി സൂര്യനും ഭാഗ്യസ്ഥാനത്ത് ബുധനും ശുക്രനും കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ഭയം, സ്ത്രീകൾ നിമിത്തം ബുദ്ധിമുട്ടുകൾ എന്നിവ ഉണ്ടാകാം. ദുഃഖം, സഞ്ചാര തടസ്സം, ശത്രുനാശം, മൃഷ്ടാന്ന ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. വ്രണാദി രോഗങ്ങളും മാനനഷ്ടവും ഉണ്ടാകാനിടയുണ്ട്. കാര്യവിഘ്നവും സന്താന തടസ്സവും ഉണ്ടാകാൻ സാധ്യത കാണുന്നു. സ്ഥാനഭ്രംശത്തിനും കലഹപ്രവണതയ്ക്കും ഇടയുണ്ട്. ദാമ്പത്യ സൗഖ്യവും ധർമ്മപ്രവൃത്തികളിൽ താൽപ്പര്യവും ഉണ്ടാകാം. മാനക്കേടും രോഗങ്ങളും പിന്തുടരും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്ത കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് കുജനും സപ്തമത്തിലും അഷ്ടമത്തിലുമായി സൂര്യനും അഷ്ടമത്തിൽ ബുധനും ശുക്രനും ഭാഗ്യസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ശാരീരിക അധ്വാനം വർദ്ധിക്കും. ഉദരരോഗങ്ങൾക്ക് സാധ്യത. അനാരോഗ്യം, ദുഃഖം, സഞ്ചാര തടസ്സം, ശത്രുനാശം എന്നിവ ഉണ്ടായേക്കാം. ദാമ്പത്യ സൗഖ്യം കുറയും. സന്താന ഗുണവും കാര്യവിജയവും ഉണ്ടാകും. ധനനഷ്ടവും തൊഴിൽ തടസ്സവും പ്രതീക്ഷിക്കാം. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങാനിടവരും. സ്വാതന്ത്ര്യക്കുറവും ധർമ്മപ്രവൃത്തികൾക്ക് തടസ്സവും നേരിടും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് കുജനും ശത്രുസ്ഥാനത്തും സപ്തമത്തിലുമായി സൂര്യനും കളത്രസ്ഥാനത്ത് ബുധനും ശുക്രനും അഷ്ടമത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സന്താന ഗുണം കുറയും. ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യത. ദാമ്പത്യ സൗഖ്യം കുറയും. അഭീഷ്ടകാര്യസിദ്ധിയും വസ്ത്രാഭരണ ലാഭവും ഉണ്ടാകും. സ്വജനവിരഹവും മനോദുഃഖവും പ്രതീക്ഷിക്കാം. ശത്രുക്കളുമായി രമ്യതയിലെത്തും. കാര്യവിജയം, ഭയം, സഞ്ചാര തടസ്സം എന്നിവ പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി മെച്ചപ്പെടും. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണ പ്രീതി, ഗണപതി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് കുജനും പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി സൂര്യനും ശത്രുസ്ഥാനത്ത് ബുധനും ശുക്രനും കളത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനപ്രയാസം ഉണ്ടാകും. ആരോഗ്യനില തൃപ്തികരമായിരിക്കുകയില്ല. കർമ്മതടസ്സം, മാനക്ഷയം, വസ്ത്രലാഭം, ഭയം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ഉചിതമല്ലാത്ത ചിന്തകളും സന്താന ദുഃഖവും മനസ്സിനെ അലട്ടും. ഭാഗ്യവർദ്ധന ഉണ്ടാകും. ധനപരമായി മെച്ചമായിരിക്കുകയില്ല. ഒറ്റപ്പെടലും മനോവിഷവും അനുഭവിക്കേണ്ടതായി വന്നേക്കാം. ഭാര്യയ്ക്ക് രോഗദുരിതങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര
അവസാനത്തെ പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് കുജനും സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായ സൂര്യനും പുത്രസ്ഥാനത്ത് ബുധനും ശുക്രനും ശത്രുസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുനാശവും കാര്യവിജയവും ഉണ്ടാകും. സന്താനഗുണവും ധനസമൃദ്ധിയും പ്രതീക്ഷിക്കാം. ഭാഗ്യവർദ്ധനവ്, കുടുംബസൗഖ്യം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. വിവേകശൂന്യമായി പെരുമാറരുത്. സ്ഥാനഭ്രംശവും ബന്ധുക്കളെ കൊണ്ട് ദുഃഖവും ഉണ്ടാകാനിടയുണ്ട്. വസ്ത്രലാഭം, മാനക്ഷയം, മൃഷ്ടാന്നലാഭം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. രോഗങ്ങൾ വർദ്ധിക്കാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായി സൂര്യനും സുഖസ്ഥാനത്ത് ബുധനും ശുക്രനും പുത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അനുഭവഗുണം വർദ്ധിക്കും. ശയനസുഖം, ധനനഷ്ടം, അമിതമായ ചെലവ് എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. കാര്യവിജയവും സ്വർണ്ണാഭരണ ലാഭവും ഉണ്ടാകാനിടയുണ്ട്. യാത്രാഗുണം ഉണ്ടാകും. ദുഃഖവും സ്വാതന്ത്ര്യക്കുറവും അനുഭവപ്പെടും. ബന്ധുക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. സന്താന ഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് വ്യാഴവും ധനസ്ഥാനത്ത് കുജനും ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായ സൂര്യനും സഹോദരസ്ഥാനത്ത് ബുധനും ശുക്രനും സുഖസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും അരിഷ്ടതയ്ക്ക് സാധ്യത. ശത്രുനാശവും ഐശ്വര്യവും ഉണ്ടാകും. കാര്യസിദ്ധി ഉണ്ടാകും. സഹോദര ഗുണം കുറയും. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. ബന്ധുസമാഗമം, അമിതമായ ചെലവ്, ശയനസുഖം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. വഞ്ചനയിൽ അകപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് വ്യാഴവും ജന്മത്തിൽ കുജനും ജന്മത്തിലും ധനസ്ഥാനത്തുമായി സൂര്യനും ധനസ്ഥാനത്ത് ബുധനും ശുക്രനും സഹോദരസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അനാരോഗ്യവും കോപവർദ്ധനവും ഉണ്ടാകാനിടയുണ്ട്. സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം, കാര്യതടസ്സം എന്നിവ ഉണ്ടായേക്കാം. മനോദുഃഖവും സ്വജനവിരഹവും അനുഭവപ്പെടും. ധനസമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. ശത്രുശല്യം വർദ്ധിക്കും. ആഭരണ അലങ്കാരാദികൾ സ്വന്തമാക്കാനിടയുണ്ട്. സഹോദര ഗുണം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് കുജനും വ്യയസ്ഥാനത്തും ജന്മത്തിലുമായി സൂര്യനും ജന്മത്തിൽ ബുധനും ശുക്രനും ധനസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. നയനരോഗത്തിനും ധനക്ലേശത്തിനും സാധ്യതയുണ്ട്. മൃഷ്ടാന്ന ലാഭവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും. പുതിയ ഗൃഹനിർമ്മാണത്തെക്കുറിച്ച് ചിന്തിക്കാനിടയുണ്ട്. സംസാരം നിമിത്തം ദോഷങ്ങൾക്ക് സാധ്യത. ഉഷ്ണരോഗങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ബന്ധനം, ഭയം, കാര്യലാഭം എന്നിവ പ്രതീക്ഷിക്കാം. അധികാരികളുടെ അപ്രീതിക്ക് സാധ്യതയുള്ളതിനാൽ തൊഴിൽ രംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനി, സുഖസ്ഥാനത്ത് വ്യാഴം, ലാഭസ്ഥാനത്ത് കുജൻ, ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി സൂര്യൻ, വ്യയസ്ഥാനത്ത് ബുധനും ശുക്രനും എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. രോഗശമനവും കർമ്മപുഷ്ടിയും ഉണ്ടാകും. മൃഷ്ടാന്ന ലാഭം, ശയനസുഖം, രോഗവർദ്ധനവ് എന്നിവ പ്രതീക്ഷിക്കാം. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഭൂമിലാഭം ഉണ്ടാകാനിടയുണ്ട്. ധനനഷ്ടവും ശത്രുഭയവും ഉണ്ടാകാം. ബന്ധുക്കൾ നിമിത്ത ഉപദ്രവങ്ങൾക്ക് സാധ്യത. വസ്ത്രാഭരണ ലാഭം ഉണ്ടാകാനിടയുണ്ട്. അന്യദേശയാത്ര വേണ്ടി വന്നേക്കാം. ദോഷപരിഹാരാർത്ഥം ധർമ്മശാസ്ത്ര പ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക.